ഞങ്ങള് ഇവിടെ തിബിലിസ് എയർപോർട്ടിന്റെ ഉള്ളിലാണ്. കൗണ്ടറൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈം 5:30 അപ്പോൾ നമ്മളിവിടെ ജോർജിയത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വൈകിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടം ജോർജിയ സന്ദർശിക്കണം. നമുക്ക് കഴിയാവുന്ന പോലെ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് മഴയുണ്ടായിരുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വയ്യാണ്ടായി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പരമാവധി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു വ്യൂ കാണുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മളെ ഇവിടുത്തെ ടിക്കറ്റ് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയ ശേഷം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ കാണിക്കുന്ന എയർപോർട്ട് ഉൾവശം. കാരണം ഈ ജോർജിയ നാട്ടിൽ പോകാൻ പറ്റില്ല, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രം. ഒന്ന് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കാം. ഇത് എയർപോർട്ടിൻ്റെ ഉൾവശമാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല. ബസ്സൊക്കെ കിട്ടി ചെക്കിങ് കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിക്ക് എത്തും. ദുബായിൽ 8:30 സമയം. നമ്മൾ ലാൻഡ് സമയം അല്ലേ? 3 മണിക്കൂർ 15 മിനിറ്റ്. വലിയ തിരക്കൊന്നുമില്ലാത്ത എയർപോർട്ടാട്ടോ. ഈ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയ ശേഷം നമുക്ക് ഫ്ലൈറ്റ് കയറാൻ പോകുന്ന സ്ഥലത്ത് വൈൻഡപ്പ് ചെയ്യും. അതേപോലെ തന്നെ പറ്റാവുന്നവർ, നമ്മളിപ്പോൾ പറ്റണം എന്ന് പറഞ്ഞാൽ പറയണത്, പറ്റാവുന്നവർ നമ്മൾ ജോർജിയ കണ്ടിരിക്കണം, പരമാവധി കവർ ചെയ്യണം. ഒരാഴ്ചക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 നൈറ്റും 5 ഡേ ആണ് നിന്നത്. എപ്പോഴും നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ നല്ല ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ മലയാളികൾ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യാം. ട്രാവോ എന്നാണ് അവരുടെ കമ്പനിയുടെ പേര്, ഓപ്പറേറ്ററുടെ പേര്. അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ നമ്മളതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എപ്പോഴും വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൂർ പാക്കേജിൽ വരരുത്. നമ്മൾ ഇത് ടൂർ പാക്കേജല്ല, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വരികയത്. എന്നിട്ട് ഞങ്ങളിവിടെ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓപ്പറേറ്റേഴ്സിന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ടൂർ ഓപ്പറേറ്റർ ആകുമ്പോൾ നമുക്ക് അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് നമ്മുടെ പ്രൈവസി കിട്ടില്ല. ഓക്കെ, ഇങ്ങനെ കഴിഞ്ഞു. നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങളിപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നടത്തുന്നു. ജസ്റ്റ് കരുതാ ഒന്നും മേടിക്കണം എന്നല്ല കേട്ടോ, വെറുതെ കാണാൻ. തിബിലിസ് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലാണ് പോയത്. കാണാൻ വേണ്ടിയിട്ട് ഒന്നും വാങ്ങിക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുള്ള 2 സാധനം ഞങ്ങൾ വാങ്ങിച്ചു, ചാച്ചയും വൈനും. ചാച്ച മനസ്സിൽ നിന്ന് പോവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ ടച്ച് വാക്കാണ് ഹിന്ദിയിൽ. ഡ്യൂട്ടി ഫ്രീയുടെ ഉള്ളിലാണ്. നല്ല എക്സ്പീരിയൻസ് ഞങ്ങൾ ഈ തവണത്തെ വരവട്ടെ. ഫസ്റ്റ് യൂറോപ്പ് ട്രാവലിംഗ്. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വർഷം പോകണം എവിടെയെങ്കിലും. ഓക്കെ, ഉണ്ട്. ഇഷ്ടമല്ലേ? വൈൻ ഡ്യൂട്ടി ഫ്രീ. ഇതൊക്കെ ഒന്നും എടുക്കാൻ പറ്റില്ല ഈ വീഡിയോ. കിട്ടുന്ന സമയങ്ങളിൽ അത് നമ്മളെടുക്കാൻ നോക്കുക. ഈ ജോർജിക്ക് നമുക്ക് എന്നാ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ജോർജിക്ക് വരേണ്ട ആവശ്യം വരില്ല. പക്ഷെ ഒരു തവണ വരണമെന്നില്ല. കാരണം എന്താ, ഇനി അടുത്ത ട്രിപ്പ് ഞങ്ങളുടെ യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഏപ്രിലാണ് വീണ്ടും അടുത്ത യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്ത്. അത് പോവും. ചിലപ്പോൾ യൂറോപ്പാവും, അല്ലെങ്കിൽ ആഫ്രിക്കയാവും, അല്ലെങ്കിൽ ഏഷ്യ. അത് ലാസ്റ്റ് ഓപ്ഷനാണ് ഏഷ്യ. ലാസ്റ്റ് ഓപ്ഷനാണ് ഏഷ്യ. ഇതൊരു വെറൈറ്റി, ഒരു കൺഫ്യൂസ്കേറ്റഡ്. അർത്ഥം എന്താണെന്ന് അറിയില്ല, എന്നാലും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ സാധനം തന്നെ, ഒരു സംശയമില്ല. കാരണം ഇവിടെ മൃഗങ്ങളെ വേട്ടാനോട് കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഇന്ത്യയിലല്ലേ പറ്റാത്തത്. ഇത് ഒറിജിനൽ തന്നെ ആയിരിക്കുമല്ലോ, ഒരു സംശയമില്ല. കണ്ടില്ലേ? ഒറിജിനൽ ആയിരിക്കും. ഒറിജിനൽ മീൻസ്
ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് കയറേണ്ട സ്ഥലത്താണ്. സമയമായിട്ടില്ല, 5:30 ഫ്ലൈറ്റ് പുറപ്പെടുന്ന സമയം. ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പല രാജ്യത്തേക്കുള്ള ഫ്ലൈറ്റുകൾ കിടക്കുന്നത്. ഫ്ലൈ റെഡ് വിങ്, ജിയോ സ്കൈ, സുന്ദൂർ എന്നല്ലേ വയ്ക്കുക, സുന്ദൂർ. ജിയോ സ്കൈക്ക് തോന്നുന്നതിപ്പോൾ ടാറ്റയുടെ വരും, ജിയോ എന്ന് കേൾക്കുമ്പോൾ. അങ്ങനെ പല രാജ്യത്തേക്കുള്ള ഫ്ലൈറ്റുകളോട് കിടക്കുന്നുണ്ട്. ചെറിയ എയർപോർട്ടാട്ടോ, ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നുണ്ടല്ലോ, എയർ അറേബ്യ. അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസത്തില്ല ഇല്ലേ ലോങ്. പറയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. ഇത് എയർപോർട്ടിൻ്റെ ഉൾവശമാണ്. ഞങ്ങൾ ഫ്ലൈറ്റ് വരുന്നവരെ ഇരിക്കാനുള്ള റെസ്റ്റ് ഏരിയയാണിത്. എനിക്ക് കുടൽ കരിയണ മണം വരുമെന്ന് പറഞ്ഞപ്പോൾ 2 മുടുക്കൻ സാൻഡ്വിച്ചൊക്കെ മേടിച്ചു കൊടുത്തു. ആളുടെ വയറ് നിറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ആൾ ഹാപ്പിയാണ്. ഒന്നും മേടിച്ച് കൊടുത്തില്ല പറഞ്ഞൊക്കെ അറിയായിരുന്നു. വേഗം നമുക്കങ്ങനെ സൈനിങ് ഓഫിൻ്റെ ടൈമായില്ലേ, ഒന്ന് പറഞ്ഞു. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ സീറ്റ് നമ്പർ 14A-യും B-യും 2 സിൽവർ സീറ്റാണ്. നടുക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് പൊന്താനുള്ള അനൗൺസ്മെൻറ്റ് പോയിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് ഡെക്കറേഷൻ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ജോർജിയോട് വിട പറയാണ്. അപ്പോൾ ബൈ ബൈ ജോർജിയ. ബൈ ബൈ ജോർജിയ. ബാക്കി വിശേഷങ്ങൾ ഷാർജ എയർപോർട്ടിൽ. ജോർജിയയിൽ നിന്ന് ഷാർജ എയർപോർട്ടിലേക്ക് എത്തി. ഞങ്ങൾ വീട്ടിലെ വൈൻഡപ്പ് ചെയ്യാണ്. ജോർജിയ വിശേഷങ്ങൾ ഇത്രത്തോളം ഉള്ളു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.